നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക്. ജയിൽ നിവാസികൾക്ക് ക്രിസ്തുമസ് നക്ഷത്രം ഉൾപ്പെടെ സമ്മാനങ്ങളുമായാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത്. ഒപ്പം വ്ലോഗർ മുകേഷും ഉണ്ട്. പക്ഷേ ഇരുവരെയും അധികൃതർ സമ്മാനങ്ങൾ കൈമാറാൻ അനുവദിച്ചില്ല. പിന്നാലെയാണ് ജയിലിന് മുൻപിൽ നിന്ന് ഇരുവരും ചേർന്ന് വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്തത്. രാഹുൽ വീണ്ടും ജയിലിൽ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് വീഡിയോ പങ്കുവച്ചത്. താൻ കിടന്ന സെല്ലിലെ അന്തേവാസികൾക്ക് താനും മുകേഷും കൂടെ ക്രിസ്മസ് നക്ഷത്രങ്ങളും ക്രിസ്മസ് തൊപ്പിയും എല്ലാം വാങ്ങിച്ചാണ് വന്നതെന്ന് രാഹുൽ പറയുന്നുണ്ട്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ജയിൽ അധികൃതർ അവ കൈമാറാൻ അനുവദിച്ചില്ല. അതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല. നിയമപരമായിട്ട് കൊടുക്കാനുള്ള അവകാശവും ഉണ്ട്, ഓപ്ഷനും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് എന്നറിയില്ല, രാഹുൽ ഈശ്വർ പറഞ്ഞു. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെല്ലിൽ ഉണ്ടായിരുന്ന 2 പേർ ചോദിച്ചു, ക്രിസ്മസ് സ്റ്റാറും മറ്റും മേടിച്ചു തരാമോ എന്ന്. ഞാൻ ഉറപ്പായിട്ടും വാങ്ങിത്തരാം എന്ന് പറഞ്ഞിരുന്നു. വിശുദ്ധ അവസരങ്ങൾ എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത് എന്നും രാഹുൽ പറയുന്നു. രാഹുലിനെ അനുവദിക്കാതിരിക്കാം, പക്ഷേ എന്തുകൊണ്ട് തന്നെ അനുവദിക്കുന്നില്ല എന്ന് മുകേഷും ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ അഭിഭാഷകനോട് ചോദിച്ചിട്ട് ഇത് അവരിൽ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഈ ജയിലിനുള്ളിൽ ഒരുപാട് നിരപരാധികളുണ്ട്, ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവർക്കും ജീവിതമുണ്ട്. അത് തിരിച്ചറിഞ്ഞു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്ന് ജയിൽ അധികൃതരോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്നും രാഹുൽ പറയുന്നു. വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി നെറ്റിസൺസ് എത്തിയിട്ടുണ്ട്. അത് ജയിലല്ലേ, ഇത് വല്ല വൃദ്ധസദനത്തിലോ അനാഥാലയങ്ങളിലോ കൊണ്ടുകൊടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് പലരും പറയുന്നത്. അകത്ത് കിടക്കുന്നവർ നന്മ മരങ്ങളല്ല, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. ജയിലിന്റെ പുറത്ത് എത്ര പാവങ്ങളുണ്ട്, അവർക്ക് കൊടുത്തുകൂടെ? അവർക്കല്ലേ കൊടുക്കേണ്ടത് എന്നിങ്ങനെ നീളുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പ്രതിയായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ 16 ദിവസത്തിന് ശേഷം ഡിസംബർ 15-നായിരുന്നു രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ജയിലിൽ മോചിതനായ രാഹുലിനെ മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ പൂമാലയിട്ട് സ്വീകരിച്ചിരുന്നു. എന്തായാലും അത് വലിയ വാർത്തയായിരുന്നു. മോനെ രാഹുൽ, നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ എന്ന് ചോദിച്ച നിരവധി ആളുകൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി എത്തിയിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വർ ഇതൊന്നും കാണിക്കുന്നത് അത്ര നല്ലതല്ല, തങ്ങൾക്ക് ഇപ്പോൾ കേസുള്ളതല്ലേ, താങ്കൾ അതിനനുസരിച്ച് പൊയ്ക്കൂടെ എന്നും പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഈ പുറത്ത് ജീവിക്കുന്നത് പോലെ തന്നെ സ്വാതന്ത്ര്യമായിട്ടും അടിച്ചു പൊളിച്ച് ഓരോ ആഘോഷങ്ങളും ആഘോഷിച്ചും ഒക്കെ ജീവിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ജയിൽ എന്നുള്ള പേരിൽ അവരുടെ സ്വാതന്ത്ര്യം എല്ലാം ഹരിച്ചുകൊണ്ട് അതാണല്ലോ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത്. ജയിലിനകത്ത് അവരൊരു സാധാരണ പൗരൻ അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് അതിനകത്ത് കിടക്കുന്നു. അതാണല്ലോ ജയിൽ വാസം. പിന്നെ എന്തിനാണ് ഈ പറയുന്ന സ്റ്റാറും നക്ഷത്രവും ഈ തൊപ്പിയും ഒക്കെ വാങ്ങിക്കൊണ്ട് ആഘോഷിക്കാനായിട്ട് പോകുന്നത്? രാഹുൽ ഈശ്വർ എടുക്കുന്ന പല നിലപാടുകളും പലർക്കും തെറ്റായ അഭിപ്രായം ഉണ്ടെങ്കിലും ചില നിലപാടുകൾ, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ ഈശ്വറിനൊപ്പമായിരുന്നു കൂടുതൽ ജനങ്ങളും ഉണ്ടായിരുന്നത്. അത് വെറുതെ നശിപ്പിക്കരുതേ എന്ന് പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിനോട്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ശബരിമല വിഷയമായുള്ള ചർച്ചകൾ കണ്ടിരുന്നു. മിതത്വത്തോടു കൂടി വളരെ കൃത്യമായുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് കണ്ടത്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ രാഹുൽ ഈശ്വർ പലപ്പോഴായി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചും ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയരുത്, അനാവശ്യമായി പറയരുത് എന്ന്. ഇനി പലരും ആ വീഡിയോയുടെ താഴെ തന്നെ ചോദിക്കുന്നുണ്ട്, രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടം എപ്പോഴാണ് ഒരുമിച്ച് കാണുക എന്ന് ചോദിക്കുന്നുമുണ്ട്. എന്തായാലും രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടം ഒക്കെ തന്നെ ഒരുമിച്ച് കാണുമോ ഇല്ലയോ എന്നറിയില്ല. ഇനി അവർ നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ടോ അറിയില്ല. ഇനി രാഹുൽ ഈശ്വറിൽ നിന്നും ഒരു അടി അകലം പാലിക്കാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായോ എന്നും അറിയില്ല. എന്തായാലും അത്തരം ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറുകയാണ്.